മഞ്ഞുമൽ ബോയ്സും പ്രേമലവും ആവേശവും ആടുജീവിതവും ഒക്കെ തകർത്ത 2024 ശേഷം മലയാള സിനിമ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത 300 കോടിയും ഒരു വർഷം തന്നെ ഒരു നടന്റെ 200 കോടി സിനിമകളും ഒക്കെ കണ്ട മികച്ചൊരു വർഷമായിരുന്നു 2025. പിന്നെ 180ഓളം സിനിമകൾ ഈ വർഷം പുറത്തിറങ്ങി. അതിലാകെ 10-20 സിനിമകൾ മാത്രമേ ഹിറ്റായുള്ളൂ എന്നും പറഞ്ഞ് ഇതിനകത്തുള്ളവർ തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്വയം തരം താഴ്ത്തുന്ന പരിപാടി ആരെ കാണിക്കാനാണ് അവർ ചെയ്യുന്നത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സംവിധാനങ്ങളുടെ കണക്കും കാര്യങ്ങളും പുറത്തുവിടുന്നത് പോലെ പൊതുജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നതും ഇതിന്റെ കൂടെ കൂട്ടി വായിക്കണം. എനിവേസ്, അതെന്തോ ആവട്ടെ, മൊത്തത്തിൽ നോക്കിയാൽ ഒരു മലയാള സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന കണക്കിലേക്ക് നോക്കുമ്പോൾ ഈ വർഷം മലയാള സിനിമ ഒരുപാട് മുകളിലോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. ഇനി ഈ വർഷത്തെ എന്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളുടെ ലിസ്റ്റ് ഞാൻ പറയാം. അതിൽ ആദ്യത്തേത് തുടരും, രണ്ടാമത്തേത് രേഖാചിത്രം, മൂന്നാമത്തേത് ലോക, നാലാമത്തേത് കളങ്കാവൽ. ഇനി നിങ്ങൾക്ക് ഈ വർഷം ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതെന്ന് കമന്റ് ചെയ്യുക. ഒപ്പം 2026 നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം ഏതെന്നും എന്നോട് ചോദിച്ചാൽ അത് ടൈം ബീങ് ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം എന്ന ചിത്രമാണ്. കാരണം പുള്ളിയുടെ ലാസ്റ്റ് മലയാളം ഔട്ടിംഗ് ഒരു ആക്ഷൻ എന്റർടൈനർ ആയിരുന്നു. അത് പാളിപ്പോയതുമാണ്. എന്നാൽ അതേ ഗണത്തിൽപ്പെട്ടൊരു സിനിമയുമായാണ് അദ്ദേഹം തിരിച്ചു വരാനും ശ്രമിക്കുന്നത്. ആ ഒരു ചലഞ്ചിങ് ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അതെങ്ങനെ ആയിത്തീരുമെന്ന് നമുക്ക് കണ്ടറിയാം.